ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ കഴുകി വൃത്തിയാക്കിയത് ഒരെണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, സബോള ഒരെണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, കറിവേപ്പില കുറച്ച്, തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്. ഞാനിവിടെ ഒരു മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളത്തിന് പകരമാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതേ മീനേലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിത് പൊളന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തും കൂടെ നമുക്കൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാല എല്ലായിടത്തും അങ്ങ് പിടിക്കും. ഇപ്പം വാഴയില ഒന്നും ഇല്ലാത്തവർക്കും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാഴയില ഇല്ലാതാണ് മീൻ പൊള്ളിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. മീൻ വറുക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മീനിൽ എണ്ണ പുരട്ടിയത് കൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മീനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുള്ള ഒരു സൈഡ് ഞാൻ നമുക്കൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിടാം. ഞാൻ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. നമ്മുടെ മീനിൻ്റെ 2 സൈഡും തല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളിയും സവോള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ സവോളയും ചെറിയ ഉള്ളിയും കൂടെയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ്. ഇനി ഈ സബോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടണം.
നമ്മുടെ സബോളയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലാണ് ഇപ്പം വെച്ചേക്കുന്നത്. ഇപ്പം സവോളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ ആ മസാലകളെല്ലാം ഒന്നായി. ഇനിയും അതിൻ്റെ പച്ചക്കുത്തലെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്തുടയണം. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്തുടയും. തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ, ഗ്രേവിക്കുള്ള ഉപ്പൊക്കെ ഉണ്ടോ ഇതൊന്ന് നോക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഗ്രേവിയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഇതിലേക്ക് മേളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ നടുവേ മുറിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തേക്കും എല്ലാം ഈ ഗ്രേവി കയറിക്കോളും. അതുകൊണ്ടാണ് ഞാൻ മീൻ നടുക്കിങ്ങനെ പൊളന്നത്, വലിയ മീനായതുകൊണ്ട്. ഇനി നമുക്കിതങ്ങ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് പറ്റുന്നിടം വരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഈ മീനൊന്ന് മറിച്ചിടാം. ഇതിലേക്ക് ഇതിലും കൂടെ ഇനി ഇതുപോലെ തന്നെ മൂടി വയ്ക്കാം. ചെറു തീയിൽ അവിടെ ഇരുന്നത് പറ്റട്ടെ. അപ്പം നമ്മുടെ മീനിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്നാം പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് എല്ലാം നന്നായിട്ട് ഇളക്കി ചെറു തീയിൽ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വയ്ക്കുക. തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോകത്തില്ല, ചെറിയ തീയിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇലയിലില്ലാതെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കരിവേപ്പില ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഗ്രേവിയായിട്ട് കൂട്ടി കഴിക്കാൻ. അപ്പം ഇലയില്ലേലും നമുക്കിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്